മെരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഒരടക്കം പോലെ ആ ഒരടക്കിയില്ല ഇവിടെ. ഒരു നല്ലൊരു കൈ ഇടിച്ചല്ലോ, ഒന്ന് കണ്ടേ. സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ദൂതുമായി സാധാരണക്കാരിൽ സാധാരണക്കാരനായി സാധാരണക്കാരിൽ സാധാരണക്കാരിലേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഒരു യുഗ പുരുഷനെ പോലെ യേശു ക്രിസ്തു ഭൂജാതനാണ്. അദ്ദേഹത്തിന് വെറും 33 വർഷമാണ് ഈ ഭൂമിയിൽ ജീവിക്കുവാനായി സാധിച്ചത്. പക്ഷേ ആ 33 വർഷം കൊണ്ട് ഈ ലോകത്തിലുണ്ടായിരുന്ന ചരിത്രത്തെ മാറ്റിമറിച്ചുകൊണ്ട് മറ്റൊരു യുഗത്തിന് തുടക്കം കുറിക്കുവാൻ യേശു ക്രിസ്തുവിന് സാധിച്ചു. വെറും 33 വർഷം കൊണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതിനകത്ത് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണ്? 33 വർഷം കൊണ്ട് ഈ ലോകത്തിലുള്ള ഗതികളെ മാറ്റുവാനായിട്ട് നമുക്ക് സാധിച്ചുവെങ്കിൽ നമ്മളുടെ ജീവിതം കൊണ്ട് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? അവിടെ മനസ്സിലാക്കിയ കാര്യം എന്താ? ചുമ്മാതെ നമ്മൾ ജീവിച്ചതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ചുമ്മാ ഇങ്ങനെ 10 വർഷം ജീവിച്ചുകൊണ്ട് കാര്യമൊന്നുമില്ല. ജീവിക്കുന്നത് നല്ല കരുത്തോടു കൂടി ജീവിക്കണം എന്നുള്ളൊരു വലിയ പാഠമാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്, അല്ലെ? അപ്പോ ഈ വെറും 33 വർഷം കൊണ്ട് നമ്മുടെ ഈ ജീവിതത്തെ, നമ്മുടെ ഈ ലോകത്തിനെ മുഴുവൻ മാറ്റിമറിച്ച ആ യേശു ക്രിസ്തുവിന്റെ ആ ഒരു തിരുപ്പിറവിയുടെ ക്രിസ്മസ് ആഘോഷം നമ്മൾ ആഘോഷിക്കില്ലേ? അടിച്ചു പൊളിക്കില്ലേ? ആർ യു റെഡി ഗൈസ്? റെഡി? അപ്പോ ഇന്ന് നമ്മുടെ ആ ഒരു പരിപാടികൾ, ഈ പരിപാടികൾ നിങ്ങളിലേക്ക് വളരെ ചൂടോടുകൂടി നിങ്ങൾക്ക് തരുന്നതിന് വേണ്ടിയിട്ട് എന്നോടൊപ്പം ഒരു സുന്ദരി കൂടി നിങ്ങൾക്കെല്ലാം പരിചിതയായിരിക്കും. നമ്മുടെ ജസ്റ്റ് ഞാൻ പരിചയപ്പെടുന്നത് 2002-ലാണ്, 2022. ഒരു 2-3 വർഷങ്ങൾക്ക് കൊണ്ട് അന്ന് ഇവിടെ നമ്മുടെ മിസ്റ്റർ ആൻഡ് മിസ്സസ് പാച്ചൻ കോൺടെസ്റ്റ് നമ്മൾ നടത്തി. അവിടെ ആ സമയത്ത് വളരെ പൂച്ചയെ പോലെ നമുക്ക് സംസാരിക്കാൻ പറഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ വളരെ വിസമ്മതം ചെയ്തിരുന്ന ആ ഒരു ജസ്റ്റ് ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ ഒരു തരംഗമായി മാറിയിരിക്കുന്ന ഒരു എന്തൊക്കെയാണ് ചെയ്യുന്നത് പോലും അറിയില്ല, അല്ലെ? എന്തൊക്കെയോ ഒത്തിരി ഒരു സെലിബ്രിറ്റിയുടെ സ്റ്റാറ്റസോട് കൂടി നമ്മുടെ മുമ്പിൽ വന്നിരിക്കുകയാണ് നമുക്ക് വേണ്ടി. അപ്പോ നല്ലൊരു കഴിഞ്ഞോട്ട് ജസ്റ്റിലേക്ക് വേണ്ടിയിട്ട് താങ്ക് യു സോ മച്ച് എവരിവൺ. അപ്പോൾ റോബി ചേട്ടൻ എന്നെ കുറിച്ച് കുറെ കാര്യങ്ങൾ പുകഴ്ത്തി പറഞ്ഞു. സോഷ്യൽ മീഡിയയിൽ ജസ്റ്റ് ആക്റ്റീവാണ് എല്ലാവരും പോലെ, എത്രയേ ഉള്ളൂ. പിന്നെ നമ്മളെക്കാളും യൂത്തിനേക്കാളും വളരെ പോസിറ്റീവ് വൈബോടെ, വളരെ പോസിറ്റീവ് എനർജിയോടെ നമ്മുടെ റോബി ചേട്ടൻ എപ്പോഴും GMAയുടെ എവർഗ്രീൻ ആങ്കറായിട്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ ഒന്നുമല്ല. എനിവേ, ഇതാ ഡിസംബറിന്റെ മണിത്തട്ട് സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും മറ്റൊരു ക്രിസ്മസ് കൂടി നമുക്കിടയിലേക്ക് സമാഗതമായിരിക്കുന്നു. ശരിക്കും ക്രിസ്മസ് എന്ന് പറയുന്നത് ആവർത്തിക്കപ്പെടുന്ന ഒരു ആഘോഷമാണ്. ലോകശാന്തിയുടെ കാഹളം മൂടിക്കൊണ്ട് 2000 വർഷങ്ങൾക്ക് മുന്നേ ഒരു കാലിത്തൊഴുത്തിൽ പൂജാതനായ യേശു ക്രിസ്തുവിന്റെ ജന്മദിനം, ലോക ചരിത്രം തന്നെ മാറ്റിമറിച്ച ആ യുഗ പുരുഷന്റെ പിറവി ദിവസം മറ്റു ദേശങ്ങളിൽ നിന്നും വന്ന രാജാക്കന്മാർക്ക് വഴികാട്ടിയായത് നക്ഷത്രങ്ങളായിരുന്നു. ഒരുപക്ഷെ തിരിഞ്ഞ് നമ്മുടെ ജീവിതത്തിലോട്ട് നോക്കിയാൽ നല്ല വഴികാട്ടിയായി, പ്രകാശമായി, അല്ലെങ്കിൽ ഒരു നക്ഷത്രമായി ഒക്കെ മാറുന്ന ഒത്തിരി കുറെ നല്ല മനുഷ്യരുണ്ട്, ഇല്ലേ? ഉണ്ട്. അതെ, നമ്മുടെ 2025 നിങ്ങളുടെ ജീവിതത്തിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നവരുടെ ജീവിതത്തിലും ഒരു വഴികാട്ടിയായോ നക്ഷത്രമായോ ഒക്കെ മാറാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. നിങ്ങളുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും സാഫല്യമാകുന്ന ഒരു അടിപൊളി വർഷമായി മാറട്ടെ 2025 ആശംസിച്ചുകൊണ്ട് നമ്മൾ തന്നെ തുടക്കം കുറിക്കുന്നു ഗ്ലോസ്റ്റർഷയർ മലയാളി അസോസിയേഷന്റെ 2024-2025 ക്രിസ്മസ് ന്യൂ ഇയർ സെലിബ്രേഷന്. Once again, I welcome you all for this wonderful and beautiful event. നമ്മുടെ പരിപാടികൾ നമ്മൾ ആരംഭിക്കുവാനായിട്ട് പോകുകയാണ്. നമ്മുടെ ബിസിനസ് പരിപാടി ആരംഭിക്കുന്നതുമായിട്ട് ഞാനൊരു ചോദ്യം ചോദിക്കുന്നത് ഇവിടെ ഈ ഇവരോടാണ് ചോദിക്കുന്നത്. ചോദ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രിസ്മസിന്റെ ഔദ്യോഗികമായിട്ടുള്ള കളർ വലിയ സമ്മാനം, ഔദ്യോഗികമായിട്ടുള്ള ക്രിസ്മസിന്റെ കളർ അറിയാം?
Yes. Red. No. Red. No. Any question? Red and green. അതാണ് റെഡ് ആൻഡ് ഗ്രീൻ. അവിടെ ഒരു സമ്മാനം ഒരു മോഹൻ സമ്മാനമാണ് അവിടെ വരാനായിട്ട് പോകുന്നത്. ഇനി അടുത്ത സമ്മാനം വേണം. ഇനി അടുത്തൊരു ചോദ്യം ചോദ്യങ്ങളുണ്ട്. ആദ്യമായിട്ട് ഏത് രാജ്യം ആരാണ് ക്രിസ്മസ് ട്രീ ഉപയോഗിച്ചത്? ക്രിസ്മസ് ട്രീ ദ ഒറിജിൻ ഓഫ് ദ ക്രിസ്മസ് ട്രീ ഫ്രം കേരളത്തിന് അടുത്തുള്ള രാജ്യമാണ് കേരളം. ആർക്കറിയാമോ? ഒരു മോഹനാണ് സമ്മാനം. ഒരു മോഹൻ ചൈനയല്ല. യെസ്, ഇതറിയാം. ബംഗ്ലാദേശ്? നോ, നോ ബംഗ്ലാദേശ്. ആർക്കും അറിയില്ലല്ലേ? അപ്പൊ ഞങ്ങളുടെ പറയാം. അപ്പൊ പ്രൈസ് എനിക്ക് പോവുകയാണ്. അത് ജർമ്മനിയാണ്. ജർമ്മനിയിലാണ് ഇതിന്റെ തുടക്കം. അപ്പൊ നമ്മുടെ ഔദ്യോഗികമായിട്ട് നമ്മുടെ ചടങ്ങുകളിലേക്ക് ധാരാളം പരിപാടികൾ, ഒത്തിരി പരിപാടികളാണ് നമ്മുടെ ജോസഫ് മലയാളി അസോസിയേഷൻ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഇതൊരു പക്ഷേ നമ്മുടെ ഈ ക്രിസ്മസ് 2024 ക്രിസ്മസ് ന്യൂ ഇയർ പരിപാടിയുടെ അവസാനത്തെ പരിപാടിയായിരുന്നു ഒരു പക്ഷേ ഈ UK-യിലുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഓരോ പരിപാടികൾ നടക്കുമ്പോഴത്തേക്കും അതിൽ ഒരു എന്താ പറയുക ഓപ്പണിംഗ് സെറമണി ഉണ്ട്, പിന്നെ ഒരു ക്ലോസിംഗ് സെറമണി സാധനം. നമ്മളെല്ലാം നോക്കി നിൽക്കുന്നത് ആ ക്ലോസിംഗ് സെറമണി, അടിപൊളി പരിപാടികൾ കാണുന്നുണ്ട്. അപ്പോ ഇന്ന് UK-യിൽ നടക്കുന്ന ഒരു ഈ ക്രിസ്മസ് ന്യൂ ഇയർ പരിപാടിയുടെ അടിപൊളി പരിപാടി വെക്കണമെങ്കിൽ ഇവിടെയുള്ള മലയാളി അസോസിയേഷനുകളിൽ ഏത് അസോസിയേഷനാണ് പറ്റുക? ഏത് അസോസിയേഷനാണെങ്കിൽ ഏറ്റവും വലിയ മനോഹരമായിട്ട് ചെയ്യാൻ സാധിക്കുക ഇവിടെയുള്ളത് അത് GMP അല്ലാതെ മറ്റൊരു അസോസിയേഷൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മളെ അത് ഏൽപ്പിച്ചിരിക്കുന്നത്, നമ്മൾ നടത്തുന്നത്. അതുകൊണ്ട് നമ്മളത് അടിച്ച് പൊളിക്കില്ലേ? അപ്പൊ നമ്മളത് അടിച്ച് പൊളിച്ചുകൊണ്ട് നമ്മുടെ പരിപാടികൾ നമ്മളിവിടെ തുടങ്ങാനായിട്ട് പോവുകയാണ്. വൈവിധ്യങ്ങളായിട്ടുള്ള നിരവധി പരിപാടികളാണ് നമ്മൾ നടത്തുവാനായിട്ട് പോകുന്നത്. ആദ്യത്തെ പരിപാടിയാണ് ക്രിസ്മസിന്റെ സമാധാനവും ഐശ്വര്യവും ഒക്കെ വിളിച്ചോതിക്കൊണ്ട് ബെത്ലഹേമിലെ ആ ഒരു മിറാക്കുലസ് നൈറ്റ് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ വേണ്ടി എത്തുന്നു ടീം ചെർന. Ladies and gentlemen, let's welcome Team Cherna onto the stage for a wonderful nativity show. To bring us joy, I just want to sing my songs to you. It goes like this: the poor, the dead, the mindful, and the angel lives. The daily bread, I'm singing hallelujah, 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 hallelujah. Expecting child, they searched me in to find a place you were coming soon. But there was no room for them to stay, so an angel filled with hate, God's only son was born. Hallelujah, hallelujah, hallelujah. A host of angels landing on you. It was just as the angel said, you'll find him in a manger bed, Emmanuel and Savior. Hallelujah, hallelujah, hallelujah.
east to Bethlehem. The wise men three came many miles in journey long for you. And to the place on which you were, their frankincense and golden myrrh they gave for you and cried out, Hallelujah, 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 to rescue me. This baby boy will grow to be a man and one day die for me and you. My sins would drop the nails in you. God had the cross, was my cross too. Still every breath you drew was hallelujah, hallelujah. അപ്പൊ ഈ നല്ല കുട്ടികൾ അവരെ മുട്ടിൽ വെച്ച് നല്ല റേഡി കൊടുത്തവർക്ക് താങ്ക് യു താങ്ക് യു. നമ്മൾ മറ്റു പരിപാടികളിലേക്ക് ഒത്തിരി പരിപാടികളിലേക്ക് നമ്മൾ കടക്കുവാനായിട്ടുണ്ട്. ആ പരിപാടിയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഇന്നത്തെ പരിപാടികൾ ഔദ്യോഗികമായിട്ട് ഇനാഗുറേറ്റ് ചെയ്ത് ഉദ്ഘാടനം ചെയ്ത് നമ്മൾ ആ ഒരു ചടങ്ങിലേക്ക് നമ്മൾ കടക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഈ പരിപാടി ഇന്ന് വീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു സാന്റാക്ലോസ് ഒക്കെ വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ അവരെ ഇവിടെ ക്ഷണിക്കേണ്ടതായിട്ടുണ്ട്. ആ ഒരു ആചാരപരമായിട്ടുള്ള എല്ലാ വെടിക്കെട്ടുകളും നടത്തിയിട്ട് വേണം നമ്മുടെ പരിപാടിയിലേക്ക് കടക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലേ? സോ നമ്മുടെ സ്റ്റാർ ഓഫ് ദ ഡേ സാന്റാക്ലോസിനെ ഈ വേദിയിലേക്ക് നമ്മൾ സ്വാഗതം ചെയ്യുന്നതായിരിക്കും ആഫ്റ്റർ നമ്മുടെ ഒഫീഷ്യൽ ഇനാഗുറേഷന് ശേഷം. സോ വി ആർ മൂവിംഗ് ടു ദ ഒഫീഷ്യൽ ഇനാഗുറേഷൻ ഓഫ് ഗ്ലോസ്റ്റർഷെയർ മലയാളി അസോസിയേഷൻ 2024-2025 ക്രിസ്മസ് ന്യൂ ഇയർ സെലിബ്രേഷൻ ഡേ. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ഈ പരിപാടികൾ നമുക്കറിയാം, നമ്മുടെ ഈ ഗ്ലോസ്റ്റർഷെയർ മുഴുവനും പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ഈ ഗ്ലോസ്റ്റർഷെയർ മലയാളി അസോസിയേഷൻ GMA എന്ന് പറയുന്ന ഈ മഹാപ്രസ്ഥാനത്തിന് കഴിഞ്ഞ 2 വർഷമായി നയിച്ചുകൊണ്ടിരിക്കുന്ന ഇതിന്റെ ധീരനും കർമ്മോത്സുകനുമായിട്ടുള്ള ഇതിന്റെ പ്രസിഡന്റ് അനിൽ തോമസ് എന്തെല്ലാം പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ട് എങ്കിലും ആ പ്രശ്നത്തിനെല്ലാം സധൈര്യം നേരിട്ടുകൊണ്ട് ഈ ഒരു പ്രസ്ഥാനത്തിന് ഇന്ന് മുന്നോട്ട് കൊണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ സ്വന്തം പ്രസിഡന്റ് മിസ്റ്റർ അനിൽ തോമസിന്റെ ഈ വേദിയിലെ അധ്യക്ഷനാകുന്നതിന് വേണ്ടിയിട്ട് ഈ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുകയാണ്. മിസ്റ്റർ അനിൽ തോമസ് പ്ലീസ്. നെക്സ്റ്റ് ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് മിസ്റ്റർ ബിസ്പോൾ മണവാളൻ. കഴിഞ്ഞ 2 വർഷമായി ഗ്ലോസ്റ്റർഷെയർ മലയാളി അസോസിയേഷന്റെ എല്ലാ ഇവന്റ്സും കൃത്യമായി ആസൂത്രണം ചെയ്ത് രാവെന്നോ പകലെന്നോ ഇല്ലാതെ GMAക്കൊപ്പം നിൽക്കുന്ന നമ്മുടെ സ്വന്തം സെക്രട്ടറി ബിസ്പോൾ മണവാളൻ. I would like to invite Mr. Bisbal Manavalan onto the stage. അനിലിനോടും ബിസ്പോൾ മണവാളനോടും ഒപ്പം കണക്കുകളുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലാതെ കൊണ്ട് എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി ഇവരോട് 2 പേരോടും തോളോട് തോൾ
ഒത്തൊരുമി നിന്നുകൊണ്ട് ഇവരോടൊപ്പം പ്രവർത്തിക്കുന്ന ട്രഷറർ മിസ്റ്റർ അരുൺ കുമാർ പിള്ളയെ എല്ലാ സ്നേഹത്തോടു കൂടി ഈ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു. Next, I would like to invite നമുക്ക് വളരെ രണ്ട് എനർജറ്റിക് ആൻഡ് പോസിറ്റീവ് ആയിട്ടുള്ള വൈസ് പ്രസിഡന്റുമാരാണുള്ളത്. ലെറ്റ്സ് വെൽക്കം മാത്യു ഇടിക്കുള ആൻഡ് ഷാരോൺ തോമസ് ഓൺ ടു ദ സ്റ്റേജ്. With your all support and love, let's welcome Matthew Idikula and Sharon Thomas. ഈ മഹാ സാരഥികളോടൊപ്പം ജോയിന്റ് സെക്രട്ടറി പദം അലങ്കരിച്ചുകൊണ്ട് കഴിഞ്ഞ 2 വർഷമായി ഇവരെ നയിച്ചുകൊണ്ടിരിക്കുന്ന രഞ്ജിത്ത് ബാലകൃഷ്ണൻ ആൻഡ് ടിജു തോമസ്. ലെറ്റ്സ് വെൽക്കം രഞ്ജിത്ത് ബാലകൃഷ്ണൻ ആൻഡ് ടിജു തോമസ് ഓൺ ടു ദ സ്റ്റേജ്. നിറഞ്ഞ സ്നേഹത്തോടെയും ആദരവോടെയും ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ജോയിന്റ് ട്രഷറേഴ്സ് അജീഷ് വാസുദേവൻ ആൻഡ് ജിനേഷ് കച്ചപ്പള്ളി. ലെറ്റ്സ് വെൽക്കം അജീഷ് വാസുദേവൻ ആൻഡ് ജിനേഷ് കച്ചപ്പള്ളി ഓൺ ടു ദ സ്റ്റേജ്. നമുക്കറിയാം നമ്മുടെ GMA എന്ന് പറയുന്നത് ഒരു ചെറിയ മീനല്ല, ഒരു വലിയ മീനാണ്. ഈ UK മുഴുവനും പടർന്ന് പന്തലിച്ചിരിക്കുന്ന യുഗ്മ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ സാരഥികൾ പോലും നമ്മുടെ ഈ ഒരു അസോസിയേഷനിൽ നിന്നുകൊണ്ട് മുഴുവനാണ്. ഇന്നത്തെ നാഷണൽ പ്രസിഡന്റ്, യുഗ്മ നാഷണൽ പ്രസിഡന്റ് മിസ്റ്റർ ഡോക്ടർ ബിജു പെരിങ്ങത്തറയെ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുകയാണ്. അതുപോലെ തന്നെ സൗത്ത് വെസ്റ്റ് റീജിയൻ ജനറൽ സെക്രട്ടറി മിസ്റ്റർ സുനിൽ ജോർജ് ഈ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു. സുനിൽ ജോർജിനെയും നല്ലൊരു വേദി കൊടുത്തുകൊണ്ട് സുനിൽ ജോർജിന്റെ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു. Next, I would like to invite the treasurer, Gloucester Malayali Association treasurer, Mr. Ranjit. So, with your all support and love, I would like to invite Ranjit onto the stage. അടുത്തതായിട്ട് നിങ്ങളെല്ലാവരെയും ഔദ്യോഗികമായിട്ട് സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് GMA എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ അമരത്തിരുന്നുകൊണ്ട് ഇതിൽ നയിച്ചുകൊണ്ടിരിക്കുന്ന GMA ജനറൽ സെക്രട്ടറി മിസ്റ്റർ ബിസ്പോൾ മണവാളന് വെൽക്കം സ്പീച്ചിന് വേണ്ടി ഈ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു. ക്രിസ്മസിന്റെയും പുതുവത്സരത്തിന്റെയും മംഗളങ്ങൾ നേരുകയാണ്. നമ്മുടെ പ്രിയ അധ്യക്ഷൻ അനിൽ, അതുപോലെ തന്നെ ഓഫീസ് ബോയേഴ്സ്, എക്സിക്യൂട്ടീവ്, മറ്റ് പ്രവർത്തകരെ എല്ലാവരുടെയും സഹകരണം കൊണ്ടാണ് നമ്മുടെ പരിപാടികളൊക്കെ മുമ്പോട്ട് പോകുന്നത്. ഈ പരിപാടി ആസ്വദിക്കാനും എല്ലാ കാര്യങ്ങൾക്കും സഹകരിക്കാനും വേണ്ടി നിങ്ങൾ എല്ലാവരെയും ഞാൻ ആദ്യം തന്നെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ തണുപ്പും ഈ കാലാവസ്ഥയൊക്കെ അതിജീവിച്ചുകൊണ്ട് പുത്തൻ പ്രതീക്ഷയുമായിട്ട് പുതുപുലരിയെ, പുതുവർഷത്തെ നമ്മൾ ഉൾക്കൊള്ളുവാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുകയാണ്. അപ്പൊ എല്ലാവരുടെയും മനസ്സിലുള്ള പ്രതീക്ഷകളൊക്കെ സഫലമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായിട്ട് നമ്മൾ ഒഫീഷ്യലായിട്ട് നമ്മൾ ഈ ലൈറ്റിംഗ് സെറമണി, ലൈറ്റ് തെളിയിച്ചുകൊണ്ട് നമ്മളെല്ലാം ഓരോ പരിപാടികൾ നമ്മൾ നടത്തുമ്പോൾ നമ്മളത് ദൈവ സാന്നിധ്യത്തിൽ അഗ്നിയ സാക്ഷിയായിട്ടാണ് നമ്മൾ നമ്മുടെ ഭാരതീയ സംസ്കാരം അനുസരിച്ച് നമ്മൾ ഓരോ പരിപാടികളും നടക്കുന്നത്. അതുപോലെ തന്നെ ഇന്നും ആ ഒരു ദൈവിക ചൈതന്യം നമ്മളിലേക്ക് ആവാഹിക്കുന്നതിന് വേണ്ടിയിട്ട്, അതിവിടെ പ്രസരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ തിരി തെളിയിച്ച് അഗ്നിസാക്ഷിയായി നമ്മൾ ഇന്നത്തെ പരിപാടികൾ നമ്മൾ ഉദ്ഘാടനം ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ആദ്യ തിരി തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് GMA പ്രസിഡന്റ് മിസ്റ്റർ അനിൽ തോമസിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആദ്യ തിരി GMA പ്രസിഡന്റ് അനിൽ തോമസ്. അടുത്ത തിരി തെളിയിക്കുന്നതിനായി GMAയുടെ സെക്രട്ടറി മിസ്റ്റർ ബിസ്പോൾ മണവാളിനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മൂന്നാമത്തെ തിരി തെളിയിക്കുന്നു ട്രഷറർ മിസ്റ്റർ അരുൺ പിള്ള. അടുത്ത തിരി തെളിയിക്കുന്നതിനായി മാത്യു ഇടിക്കുള, ഷാരോൺ തോമസിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. Sharon, Matthew and Ranjit. Join, please. അടുത്ത തിരി തെളിയിക്കുന്നതിനായി മിസ്റ്റർ രഞ്ജിത്ത് ബാലകൃഷ്ണൻ, അജീഷ് വാസുദേവൻ, ജിനേഷ് കാച്ചപ്പള്ളിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. Tiju, Jinish and Ajish. അവസാനത്തെ തിരിതെളിയിക്കുന്നവരുടെ യുഗ്മ നാഷണൽ പ്രസിഡന്റ് ഡോക്ടർ ബിജു പെരിങ്ങത്തറ ആൻഡ് സുനിൽ ജോർജ്, പ്ലീസ്.
അരുൺപിള്ള, യുഗ്മ നാഷണൽ പ്രസിഡന്റ് ഡോക്ടർ ബിജു, യുഗ്മ റീജിയണൽ ജനറൽ സെക്രട്ടറി സുനിൽ ജോർജ്, ഓഫീസ് ബെയറേഴ്സ്, പ്രിയപ്പെട്ട ഗ്ലോസ്റ്റർ മലയാളി അസോസിയേഷനിലെ സുഹൃത്തുക്കളെ, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിറഞ്ഞ ഒരു സദസ്സിലാണ് നമ്മളുടെ ക്രിസ്മസ് ന്യൂ ഇയർ പ്രോഗ്രാമുകൾ സാധാരണ നടക്കാറുള്ളത്. ഒന്നാമത്തെ കാരണം, ഇപ്പോഴത്തെ കാലാവസ്ഥ ഒത്തിരി പ്രശ്നങ്ങൾ വരുന്നു. എന്നിട്ടും നമ്മളുടെ ഈ പ്രോഗ്രാമിന് വന്ന നിങ്ങളെ എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. GMA എന്ന പ്രസ്ഥാനം നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹകരണം കൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ അവസ്ഥ കാണുമ്പോൾ ബാക്കിയുള്ള ആളുകൾ പറയും, കണ്ടോ GMAയിലും ആള് കുറവായിരുന്നു എന്ന്. പക്ഷെ അതിലൊരു കാര്യവുമില്ല. ഈ സാഹചര്യത്തിലും ഇത്രയും ആളുകളോട് വന്നതിൽ ഞാൻ വളരെ അഭിമാനം കൊള്ളുന്നു. ഇന്നലെയൊക്കെ ഞാൻ വിചാരിച്ചത്, ഇതാരെങ്കിലും വരുമോ, ഞാൻ ഈ പൊസിഷനിൽ ഇല്ലായിരുന്നെങ്കിൽ ഞാനും ഒന്ന് ആലോചിച്ചേനമായിരുന്നു. ആ ഒരവസ്ഥയിലാണ്. എന്ന് വെച്ചാൽ കഴിഞ്ഞ കുറേ നാളുകളായി ഓരോരോ ഫ്ലൂ ആയിട്ടൊക്കെ വന്ന് വരുന്ന ആളുകളെല്ലാം വരുന്നത് 6 ശത്രുക്കൾക്ക് പോലും വരരുത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇന്ന് നമ്മൾക്ക് ഒത്തിരി പ്രോഗ്രാമുകളിലൂടെ ഇനി വരുവാനുണ്ട്. നിങ്ങളെ കാണാനിരിക്കുന്നത് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. എന്നാലും നമ്മൾക്ക് ആർക്കും ഇഷ്ടമില്ലാത്ത 1-2 കാര്യങ്ങൾ പറയാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. ഒന്ന്, കഴിഞ്ഞ 2 പ്രോഗ്രാമുകൾ നമ്മൾ ഈ സ്റ്റേജിലൂടെ നടത്തിയിരുന്നു. നമ്മളുടേതല്ലാത്ത കാരണങ്ങളാൽ, നമ്മളുടെ നല്ല ആൾക്കാരാണ്, നമ്മളുടേതല്ലാത്ത കാരണങ്ങളാൽ അവർക്ക് 2 പ്രാവശ്യവും നമുക്ക് ഹോളിൻ്റെ അഡ്വാൻസ് തന്നില്ല. അപ്പോൾ ഈ പ്രാവശ്യം തീർച്ചയായിട്ടും നമ്മൾ ദൃഢപ്രതിജ്ഞ എടുക്കണം, നമുക്ക് ആ അഡ്വാൻസ് മേടിച്ചേ പോകാവുള്ളൂ എന്ന്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ കുഞ്ഞുങ്ങളെ ഈ ഹോളിൽ തന്നെ മാതാപിതാക്കൾ നിർത്തുവാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ബാക്കിയുള്ള ആളുകൾ, വെളിയിൽ പോകുന്ന ആളുകളും കൂടുതൽ അവിടെ ബഹളങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കാതെ നമ്മളുടെ പ്രോഗ്രാമുമായി സഹകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അല്ലെങ്കിൽ നമുക്കിനി മുന്നോട്ടുള്ള ഈ യാത്ര വളരെ ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് ആകെ ഈ ഗ്ലോസ്റ്റർഷെയറിൽ കിട്ടുവാനുള്ള ഒരു ഹോളെന്ന് പറയുന്നത് ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അച്ചടക്കത്തോടു കൂടി നമുക്ക് ഇന്നത്തെ പ്രോഗ്രാം തകർക്കണം. അതിന് നിങ്ങളുടെ ഏവരുടെയും സഹകരണങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, നമ്മളുടെ കുഞ്ഞുങ്ങളെ ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മളെല്ലാം വിചാരിക്കും വളരെ സേഫാണ് എന്ന്. കഴിഞ്ഞ വർഷം ഒരു പ്രോഗ്രാമിൻ്റെ ഇടയ്ക്ക് ഞാൻ വെളിയിൽ പോയപ്പോൾ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുക്കുകയൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കൂടെ പിള്ളേർ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുക. ഇപ്പം എന്തെങ്കിലും സംഭവിച്ചാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നമ്മളെല്ലാവരും ചിന്തിക്കണം. എന്നെപ്പോലെ തന്നെ അതിൻ്റെ ഉത്തരവാദിത്വം നമുക്കെല്ലാവർക്കുമുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കുമെന്നറിയാം. ഈ വൈകിയ വേളയിൽ പ്രത്യേകിച്ച് ക്രിസ്മസ് കഴിഞ്ഞിട്ട് ഏതാണ്ട് 1 മാസമാകാൻ പോകുന്നു, ന്യൂ ഇയർ കഴിഞ്ഞിട്ട് 18 ദിവസമായി എങ്കിൽ തന്നെയും ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും ന്യൂ ഇയറിൻ്റെയും ആശംസകൾ അർപ്പിക്കുന്നതോടൊപ്പം തന്നെ ഈ വർഷം നല്ല രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ ജഗദീശ്വരൻ ആയുസ്സും ആരോഗ്യവും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഇപ്പൊ തയ്യാറായി ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പൊ നമുക്ക് നമ്മുടെക്ക് വേണ്ടി ഇത്ര നാള് ഇത്ര ദൂരം താണ്ടി നമുക്ക് ഇവിടെ വന്നിട്ടുള്ള ആ സാന്റയെ നമ്മൾക്ക് ഇങ്ങോട്ട് വിളിക്കല്ലേ? സമ്മാന
താങ്ക് യു സാറ്റ. ഇത്രയും നോർത്ത് പോളിൽ നിന്നാണ് വന്നത്. കാരണം ഇതിന്റെ ഇടയ്ക്ക് ഒരു കുറച്ച് ബ്രേക്ക് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ നേരത്തെ വന്ന് തിരിച്ചു പോയിട്ട് രണ്ടാമത് ഇപ്പം നമുക്ക് വേണ്ടി മാത്രം വന്നതെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ താങ്ക് യു വെരി മച്ച്. അപ്പോൾ നമ്മുടെ അടുത്ത ചടങ്ങിലേക്ക് നമ്മൾ കടക്കുവാനായിട്ട് പോവുകയാണ്. അടുത്ത ചടങ്ങ് നമ്മുടെ വോട്ട് ഓഫ് താങ്ക്സ് ആണ്. വോട്ട് ഓഫ് താങ്ക്സിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട കണക്കാപ്പിള്ള നമ്മുടെ അരുൺ പിള്ളയെ ഈ വേദിയിലേക്ക് സാദരം. ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ നേരെയാണ്. ഞാനിവിടെ സ്റ്റേജിൽ നിന്ന് തന്നെ ആദ്യം തുടങ്ങുകയാണ്. നമുക്ക് ഇത്രയും മനോഹരമായിട്ട് ഈ പരിപാടി ആങ്കറിങ് ചെയ്ത് ഇവിടെ അവതരിപ്പിച്ച് നല്ലൊരു ഇത് നേടിയെടുക്കുന്ന നമ്മുടെ റോബി മേക്കറയ്ക്കും കൃഷ്ണയ്ക്കും ആദ്യമായിട്ട് നന്ദി പറയുന്നു. രണ്ടാമത് ലൈറ്റ് ആൻഡ് സൗണ്ട് ഇത്രയും നല്ല മനോഹരമായിട്ട് ചെയ്ത് നമുക്ക് തരുന്ന ബിജോയ് ചേട്ടനും അവരുടെ ടീമിനുള്ള നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫി വീഡിയോയും ഒക്കെ എടുത്ത് നമ്മളെ എല്ലാവരുടെയും ഫോട്ടോ എടുക്കുന്ന പ്രണവിനും അനീഷിനും എന്ന് പറയുകയാണ്. അതുപോലെ ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തർക്കും നന്ദി അറിയിക്കുന്നു. ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് നമ്മുടെ ഫുഡ്. ഇവിടെ നമുക്ക് സ്വാദിഷ്ടമായ ഫുഡ് വിളമ്പുന്ന മട്ടാഞ്ചേരി കിച്ചണ് അവർക്കുള്ള നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ഇതിൻ്റെ നമ്മുടെ മെയിൻ സ്പോൺസറായിട്ടുള്ള ജഗ്ഗിക്കും അതിൻ്റെ നന്ദി അറിയിക്കുന്നു. പിന്നെ നമ്മുടെ ഈ സ്റ്റേജ് റെഡിയാക്കാനായിട്ട് രാവിലെ മുതൽ ഇവിടെ വന്ന് എല്ലാത്തിനെയും കൂടിയിട്ടുള്ള ആ ടീമിൻ്റെ ക്യാപ്റ്റൻ ജോവിൽട്ടൺ ആൻഡ് ടീമിനുള്ള നന്ദി അറിയിക്കുകയാണ്. അന്നേരം എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസ് ന്യൂ ഇയർ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.